ഇനാഗുറേഷന് പോവാണ്. അപ്പം ഞാൻ എണീറ്റതേ ഉള്ളൂ. അതിൻ്റെ കുറച്ചല്ല ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഉറക്കം തികഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയിൽ താമസിച്ചാണ് കിടന്നത്. അപ്പം നമുക്ക് പോവാം ഗൈസ്. ഫസ്റ്റ് ഒരുങ്ങാം, പല്ലൊക്കെ തേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടായാലും. ഗൈസ് അങ്ങനെ ജ്യോതികാജി വന്നു, എന്നെ പിക്ക് ചെയ്തു. നമ്മൾ നേരെ പോവുകയാണ് കുമരകത്തേക്ക് ഇനാഗുറേഷന്. ഒരു പാർലറിൻ്റെയാ. പെട്ടെന്ന് തടിപിടി എന്നായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. 2-3 ദിവസം കൊണ്ട് ഉള്ള പരിപാടികളായിരുന്നു. ഞാനും ജ്യോതികാജയും ഏകദേശം ഒരേ ടൈപ്പ് കോസ്റ്റ്യൂം ഒക്കെ പിടിക്കാൻ നോക്കിയതാണ്. പക്ഷെ ഏകദേശം ഒപ്പം തോന്നുന്നില്ലല്ലേ. ഏകദേശം അവൻ ഓഫ് വൈറ്റ്, ഞാൻ ഗോൾഡൻ ഷെയ്ഡ്. നമ്മൾ അങ്ങനെ ഒരുമിച്ചല്ല, രണ്ടുപേരും ചേരുന്ന രീതി വരണമെന്ന് എനിക്ക് തോന്നുന്നു. ചേരുന്നു, ഞങ്ങൾ എന്തിട്ടാലും ചേരുമല്ലോ ഗൈസ്. ചേരും. ഇതിന് മരുന്നാ, വിറ്റാമിൻ സി, മുറിവ് കരിയ. ഇവിടെ പോവാ, അങ്ങോട്ട് പോവാ. എന്റെ തന്നെ നമ്മുടെ തന്നെ ബ്രാൻഡിന്റെ സാരിയാണ്. നിതാ അംബാനി ഇൻസ്പയർഡ് ആയിട്ടുള്ള സാരിയാണ്. നിതാ അംബാനി ലക്ഷങ്ങൾ കൊടുത്ത് മേടിക്കുന്നത് നമ്മൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യണം. ഇത് പെട്ടെന്നാട്ടോ തയ്ച്ചത്. ബ്ലൗസ് നമ്മുടെ രേഖ ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ചേച്ചിയാണ് എന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് തയ്ക്കും. അതുപോലെ നല്ല ഞാൻ ഇട്ടുപോലും നോക്കിയിട്ടില്ല. രാവിലെ പക്ക കറക്റ്റ് ആയിരുന്നു. അടിപൊളിയായിട്ട് തയ്ക്കും ചേച്ചി. അപ്പൊ എല്ലാവർക്കും എന്റെ സാരിയും എന്നെയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കൂടെ പതിവായിട്ട് നമ്മുടെ സാരഥി നമസ്കാരം. എന്നോട് പറഞ്ഞത് അങ്ങനെയാടാ. അച്ചാച്ചൻ പ്രത്യേകം ചെല്ലണ ഇനാഗുറേഷന്. അങ്ങനെ പറഞ്ഞു. അച്ഛൻ നടുക്ക് നിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ രണ്ടിന്റെ നടുക്ക് നിന്ന് വേണം. നിങ്ങള് രണ്ടുപേരും വന്നില്ലേലും കുഴപ്പമില്ല, അച്ചാച്ചൻ വരണം. അതാണ് മുഖ്യം. അങ്ങനെ പറഞ്ഞോട്ടോ. അതാണ് ഇത്. ബൈ വേറെ 2 പേരുണ്ട്. അമ്പാടി അമ്മ. അയ്യോ, അച്ചാച്ചൻ ഭയങ്കര റഷ് ഡ്രൈവിങ് കേട്ടോ. അമ്പാടി ഉണ്ട്, അമ്മയുണ്ട്. ഞാന് രാവിലെ ഒന്നും കഴിച്ചില്ല. ജ്യോതികാജയും അച്ചാച്ചനും വെട്ടി ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ആ ശരിക്കും ഒന്നും കഴിക്കാഞ്ഞത്. ഇവൻ നന്നായിട്ട് കഴിച്ചു. നീ എന്തോ കഴിച്ചു? അല്ല, നീ എന്തോ പിന്നെ കട്ടൻ കാപ്പി മാത്രമാവും. ഞാൻ കാപ്പിയും കുടിച്ചില്ല. എന്തോ ആലോചിക്കണേ. ഷുഗർ ഡയറ്റ് ആയതുകൊണ്ടാ കഴിക്കാത്ത. എന്തായാലും നോക്കാം. നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ബാക്കി പരിപാടികള് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ കുടിക്കുകയോ എന്തിനൊക്കെ നോക്കാം. നീ പോവാൻ ഇനി ചെല്ലാനുള്ള സമയമുള്ളല്ലേ. ഇവിടുന്ന് 10 മണിക്ക് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ എത്തിച്ചെല്ലാനുള്ള സമയം. ഇവിടുന്ന് അടുത്തുമല്ലാണോ? ഈ വളവ് കഴിഞ്ഞാലല്ലോ. ഭയങ്കര തിരക്ക്, ഭയങ്കര ട്രാഫിക് ഒക്കെ. ഇപ്പൊ സമയം 9:32. നോക്ക് ഇന്നലെ നമ്മള് ജ്യോതികാജയ്ക്ക് വാള് വെക്കാൻ ഏകദേശം മൂടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ട് നമ്മുടെ ഇതൊരു റിലേറ്റീവിന്റെ ഷോപ്പാണ്, ഒരു പാർലറാണ്. അപ്പൊ ചേച്ചി നമ്മളെ സ്നേഹത്തോടല്ല, നമുക്ക് പൈസ തരുന്നുണ്ട് കേട്ടോ. വെറുതെ അങ്ങനെ വിളിച്ചതല്ല, ഫോർമലായിട്ട് തന്നെ നമ്മളെ വിളിക്കേണ്ടത് പോലെ തന്നെ വിളിച്ചതാണ്. നമ്മളിതിനകത്ത് ഒത്തിരി സന്തോഷം. നമ്മളെ വിളിച്ചല്ലോ അല്ലേ? അതെ, നമുക്ക് അങ്ങനൊരു ഇത് കിട്ടിയല്ലോ. നമ്മൾ 2-3 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല ആ സമയത്തൊന്നും. ഇപ്പോഴും സത്യം പറഞ്ഞാൽ പോവാൻ പറ്റുന്ന ഒരു ഇതല്ല. ഞാൻ ട്യൂബൊക്കെ ഉണ്ട് എന്നാ പോലും നമ്മുടെ അടുത്ത ഇതായതുകൊണ്ടല്ല, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ബന്ധമാണ് അല്ലേ, അതുകൊണ്ട് മാത്രം നമ്മൾ ഇറങ്ങിയത്. ഫൈനലി നമ്മൾ പഴക്കടയിൽ നിന്ന് ഇറങ്ങി. എന്താടാ പഴത്തില് എന്നെ ഞാനാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾ കുറച്ച് മേക്കപ്പ് ഇട്ടു. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ വന്നിട്ട് എല്ലാരും കമന്റ് ഇടണം, പൊട്ടി ഇച്ചിരി കുറയ്ക്കായിരുന്നു. അത് നമ്മൾ ബ്യൂട്ടി പാർലറിന്റെ ഇനാഗുറേഷൻ ആണ് പോയപ്പോ പിന്നെ മേക്കപ്പ് ഇല്ലെങ്കിൽ മോശമല്ലേ. എന്റെ കണ്ണെങ്ങനുണ്ട് ഗൈസ്? എന്റെ കണ്ണെങ്ങനുണ്ട് ഗൈസ്? എന്റെ ആക്സിഡന്റ് പറ്റിയപ്പോ ഇത് ആയതാ കേട്ടോ ഗൈസ്. എന്റെ ഇവിടുന്ന് ഇങ്ങനെ ഇത്രേ
മുറിഞ്ഞു പോയായിരുന്നു. ഇവിടുന്ന് ഇത്ര ഇങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഈ ദിവസം ഞാൻ ബ്ലം. വെരി നൈസ് റൈഡ് ആയിരുന്നു. ബ്രേക്ക് ചവിട്ടി എങ്ങനെ AC ഇടേണ്ടത് ഇപ്പൊ പഠിപ്പിച്ചു കൊടുത്തത്. ഞാൻ മേക്കപ്പ് അല്ല കഴിച്ചിട്ടത്, ജസ്റ്റ് എന്താ പറയുന്നത്, വൈറ്റ് ടോണോ, വൈറ്റ് ടോണിന്റെ എന്തോ വൈറ്റോണിന്റെ ട്യൂബ്, വൈറ്റ് ടോണ്ട് പൗഡർ അല്ലാത്ത മറ്റേ അല്ലാണ്ട് വൈറ്റ് ടോൺ എന്ന് പറയുന്നൊരു ക്രീം. പിന്നെ എന്റെ ലിപ്പ് ഓൾറെഡി ചുമന്നാണല്ലോ, അറിയാം. അല്ലല്ല, ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തതാണ്. ലിപ് ബാം. നോ ദിസ് ഈസ് ലിപ്സ്റ്റിക്. പക്ഷെ നോട്ട് ലൈക്ക് ലിപ്സ്റ്റിക്, ലുക്ക് ലൈക്ക് ലിപ് ബാം അല്ലേ? ആ ഒരു രീതിയിലാണ് ഇട്ട് കൊടുത്തത്. നമ്മളങ്ങനെ നമ്മളെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പ്ലാനിങ് എങ്ങനെയാ? നിങ്ങളുടെ പ്ലാനിങ് ഞങ്ങള് അല്ല ഞങ്ങള് ഇറങ്ങി വീൽ ചെയറിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടങ്ങ് വരാം. എല്ലാവരും ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്ന് ഇനി എല്ലാം ചെയ്തോണം, ഒരുങ്ങി നടന്നോണം ഇനി എല്ലാവരും. എല്ലാവരും സഹകരിക്കണം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എനിക്ക് എല്ലാവരെയും നേരിട്ട് ക്ഷണിക്കാൻ പറ്റില്ല, എന്നാലും എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. അപ്പൊ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കണം. ചേച്ചി ഒരു മിനിറ്റ് പറയാവേ. ഈ അങ്ങോട്ട് ഇച്ചിരി കയറി നിൽക്കാ ചേച്ചി. ഞാൻ അമ്പാടിയെ ഫോൺ കൊടുത്ത് ഏൽപ്പിച്ചേക്കുമായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ. എന്ത് അവൻ എന്ത് ചെയ്യും? തകർത്തു കേട്ടോ, കൊള്ളായിരുന്നു, സൂപ്പർ. കൊള്ളായിരുന്നു. ഒരെണ്ണത്തിന് 500 രൂപയാണ് ഈ സാധനത്തിനോടാ ഒരെണ്ണത്തിന് 500 രൂപയാണോ? ഇപ്പൊ കൂടി, ഇനി മിനിറ്റിന് പറഞ്ഞ 1000. ശരിക്കും എത്ര രൂപയാ? ശരിക്കും എത്ര രൂപ? ഇതെന്തുവാടാ മിനിറ്റ് പൈസ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ ഇന്നോഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങി. എനിക്ക് അവിടെ സ്റ്റെപ്പ് ആയതുകൊണ്ട് കയറാൻ പറ്റില്ല. ജ്യോതികാജി അവിടെ എല്ലാം കയറി. വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ആരെയും വീഡിയോ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. വീഡിയോ എടുത്തിട്ടുണ്ടോ? അവനാണ് എടുത്തത്. ഇവന് വീഡിയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവന്റെ വീട്ടിൽ പറഞ്ഞു വിടുന്നത്. ചുമ്മാ എല്ലാ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്താ നീ എടുത്തത്? എല്ലാം എടുത്തിട്ടുണ്ട്. ഇവന് അവിടെ വന്ന പെണ്ണുങ്ങളുടെ എല്ലാം വീഡിയോ എടുത്തത് എന്റെ അടുത്ത് ആ ചേച്ചി പറഞ്ഞത്. ചേച്ചി പറഞ്ഞു, ആ ഓണർ ചേച്ചി വിളി. അപ്പോ ഗൈസ് ഞങ്ങളെങ്ങനെ അവളങ്ങനെ അവിടെ എല്ലാം കയറി കണ്ടു. എനിക്ക് കയറാൻ സ്റ്റെപ്പായിരുന്നു, നല്ല ഇച്ചിരി ഇതായിട്ടുള്ള സ്റ്റെപ്പായിരുന്നു. പേര് സെൽഫി എടുക്കാനൊക്കെ വന്നു അല്ലേ? കൊറേ പേര് സെൽഫി എടുക്കാനൊക്കെ, ചേച്ചിമാരെല്ലാരും പിടിച്ചേർത്ത് 1ഉം 2ഉം വീഡിയോ എടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ സന്തോഷം നമുക്കത് വളരെ ചെറിയൊരു കാര്യമാണ്. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, അത് പറഞ്ഞില്ലേ? എന്താ? അച്ഛനെ അങ്ങനല്ല, ഇപ്പൊ അച്ചാച്ചനാണ് താരം. അച്ഛനെ കാണുന്നെങ്കിൽ അവിടെ ശരിക്കും ആൾക്കാർ വന്നു. അച്ചാച്ചൻ ഒരു ഭയങ്കര സംഭവമാണ് എന്നൊക്കെ 2-3 ആന്റിമാര് വന്ന് ജ്യോതിയമ്മ കേട്ടു. അങ്ങനെയൊക്കെ വന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ ഏതോ ഒരു ആന്റിയുടെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്ന കണ്ടായിരുന്നു. ഞാൻ കണ്ടു ഏതോ ഒരു പുള്ളിക്കാരിയുടെ കയ്യും പിടിച്ചിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ജ്യോതിയമ്മ ഈ വ്ലോഗിൽ കൂടെ നിങ്ങൾ എല്ലാവരും കണ്ടോ താരത്തിനെ? അപ്പൊ അങ്ങനെയൊക്കെയാണ്. കുറെ പേര് ഫോട്ടോ എടുത്തു, നമുക്ക് ഭയങ്കര സന്തോഷം.
കൊറേ പേർക്ക് നമ്മളെ അറിയത്തില്ല ഗൈസ്, ഇവന് സീരിയലൊക്കെ ഉണ്ടോന്ന്. ആ എന്തൊക്കെ ആ നാസിക് ഡോള് കൊട്ടുന്ന ചേട്ടാ ചേട്ടാ സീരിയലുണ്ടോ? എന്നോട് മണ്ടയ്ക്ക് വന്നിട്ട് ഒരു ചേച്ചി എന്നോട് മണ്ടയ്ക്ക് വന്നിട്ട് ചേച്ചി വന്ന് മോളെ സിനിമ കണ്ടായിരുന്നു, കൊള്ളായിരുന്നു. ഞാനും താങ്ക് യു. ഞാൻ ആ ചേച്ചിയെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും പറഞ്ഞു. അപ്പൊ നമ്മളെ പകുതി പേർക്ക് മനസ്സിലായി, പകുതി പേർക്ക് നമുക്ക് നമ്മളെ അറിയത്തില്ല, എന്നാലും നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ അറിയാം. കൊറേ പേരൊക്കെ വലിയവർക്കൊക്കെ അറിയാം, കൊച്ചു പിള്ളേർക്കൊക്കെ ഒന്നും രണ്ട് വീഡിയോസ് നമ്മളെ കണ്ടിട്ടുള്ളതായിരിക്കും. അങ്ങനെയൊക്കെ എന്തായാലും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. അപ്പൊ ഇനി ഇനാഗുറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം രണ്ടുപേരെ. ഇതുപോലെ ഫാമിലി മൊത്തമായിട്ട് എല്ലാരും കാണും. നമ്മളൊരു ഇതിന് ഇതുപോലെ വരും. അമ്മയൊക്കെ അതിനിടയ്ക്ക് എവിടെ പോയി? ഞാൻ കണ്ടുപോലും ഇല്ല. സ്റ്റെപ്പിന്റെ താഴെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നടി? നല്ലതായിരുന്നു. ബ്യൂട്ടി പാർലർ കൊള്ളാം. ഇപ്പം തുടങ്ങിയ ചേച്ചിയെല്ലാം അടിക്കൊക്കെ വെക്കാനുണ്ട്. അതൊക്കെ കഴിയുമ്പോഴത്തേനും സെറ്റ് ആയിരിക്കും, കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്തായാലും ഇനി ലിനി ചേച്ചിയുടെ വനിത എന്ന് പറയുന്ന ബ്യൂട്ടി പാർലർ പ്ലസ് മേക്കപ്പ് സ്റ്റുഡിയോ അല്ലേ, അതൊരു നല്ലൊരു ഇതിലോട്ട് മുന്നോട്ട് പോട്ടെ ഞങ്ങൾ ആശംസിക്കും. എല്ലാവരും സഹകരിക്കാം. ചോദിച്ച രണ്ട് വാക്ക്. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പം ഒരു തവണ ഇപ്പം ഇപ്പോഴും ഇതിനിടയിൽ 10 കമന്റ് കാണാൻ പൊട്ടിയാന്ന്, പക്ഷെ എന്നാൽ പോലും നല്ലതല്ലേ. ഒരുങ്ങി പോകുന്ന നമ്മുടെ കോൺഫിഡൻസിന് നല്ല ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. നന്നായിട്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് തന്നെ വരുമെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തേക്ക്. കുമരകം. അത് ഞാനും പറയാം എനിക്ക് അത് അറിയത്തുള്ളൂ. പിന്നെ ലൊക്കേഷൻ പറയാനൊക്കെ പറഞ്ഞ ലൊക്കേഷൻ കുമരകത്ത് ടൗണിൽ തന്നെ. നേരെ ഇനി വീട്ടിലോട്ട് പോകണം. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മള് ചായ കുടിച്ചു, അവിടെ നിന്ന് ചായ കുടിച്ചു. ജ്യോതികാജ് ലഡു കഴിച്ചു, ഒളിഞ്ഞിരുന്ന് കഴിച്ചില്ല. ഞാൻ കഴിക്കാൻ ഒരു കാരണമുണ്ട്. കാര്യം എന്റെ പല്ലിനകത്ത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി മഞ്ഞപ്പല്ലാന്ന് പല കമന്റ്സ് ഞാൻ കാണാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇനി മഞ്ഞ ലഡുവും കൂടെ കഴിക്കുകയാണെങ്കിൽ പല്ലിനകത്ത് മൊത്തം ലഡു കഴിക്കും, മഞ്ഞ ലഡു. അത് ഞാൻ കഴിച്ചില്ല. എന്തായാലും നമ്മളങ്ങനെ ചായയും കുടിച്ചു, വടയും കഴിച്ചു, ലഡുവും കഴിച്ചു, യാത്രയാവുകയാണ്. അമ്പാടി അമ്മേ എല്ലാവരും ടാറ്റ കൊടുക്കും. ടാറ്റ 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 ഗൈസ്.